ഹായ് ഗേയ്സ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ പൊങ്കാല കഴിഞ്ഞ ഉടനെ പൊങ്കാലയ്ക്ക് ശേഷം നമ്മൾ ആറ്റുകാലമ്പലത്തിൽ ചെന്ന് തൊഴണമെന്നുള്ളത്. ഞങ്ങളിപ്പോൾ നേരെ ആറ്റുകാലിന് പോയിക്കൊണ്ടിരിക്കുക. വ്യാഴാഴ്ചയാണ് പൊങ്കാല കഴിഞ്ഞത്. വെള്ളി, ശനി, ഞായർ, ഇന്നിപ്പോൾ ഞായറാഴ്ചയായി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ, ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും കൂടെ നേരെ ഇനി ആറ്റുകാലമ്മ പോയി തൊഴുതിട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടിരിക്കുക. അപ്പോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ ആറ്റുകാൽ അമ്പലത്തിൽ പോയെന്ന് തൊഴണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സ്കിൻ കെയർ പൂജപ്പുരയുള്ള ഡെർമാവ്യൂവിൽ ഒന്ന് കയറണം. ജസ്റ്റ് അവിടുന്ന് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടികളായി എന്നുള്ളത്. അപ്പോ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. സത്യത്തില് എനിക്കിന്ന് അമ്പലം ഉണ്ടായിരുന്ന കേട്ടോ. ഇവർക്ക് ആറ്റുകാല് പോണമെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവക്കും ലീവാ. അതുകൊണ്ട് ഞാനും അമ്പലം പോക്ക് വേണ്ടാന്ന് വെച്ചു. നമ്മള് ഇനിയിപ്പം നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കാപ്പിയൊക്കെ കുടിച്ചിട്ടേ ധർമാവിലോട്ട് പോകുന്നുള്ളൂ. കാരണം പറഞ്ഞാൽ നമ്മൾ ഇതുവരെയും കാപ്പി കുടിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് കാപ്പി കുടിക്കാതെ ഇറങ്ങിയത്. അതുകൊണ്ടില്ലേ ഇപ്പൊ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വണ്ടിയുടെ പുറകിലേ കണ്ട കെട്ടി വെച്ചിരിക്കുന്നേ. പക്ഷെ ഇതൊക്കെ പറ്റുമോ? എനിക്ക് ശബരിമലയ്ക്ക് പോകുന്നതെന്ന് തോന്നുന്നില്ലേ? ഇതുകൊണ്ടില്ലേ മൊത്തം കാട് ഇല്ലേ? മറ്റേ എന്തുവാ നമ്മുടെ ഇതുണ്ടല്ലോ, എന്തുവാ ഈ പറക്കം തളിക, ആ സിനിമയ്ക്കകത്ത് പിന്നെ ദിലീപ് ഒരു വണ്ടിക്കകത്ത് ഇറങ്ങി വരത്തില്ലേ? അതേ അവസ്ഥയിലുണ്ട്. എന്റെ ദൈവമേ, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ട ഒരു രംഗമാ കേട്ടോ. ഏതോ തീർത്ഥാടനത്തിന് പോവാണെന്ന് തോന്നുന്നു. വണ്ടി മൊത്തം പിന്നെ എന്തോ കുരുത്തോലയാണോ എന്തോ ഓലയൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത്. ഇത് മിക്കവാറും ആനയുടെ അടുത്തൂടെ പോയി ആന മിക്കവാറും കടിച്ചു തിന്നും. അയ്യോ, കണ്ടില്ലയോ ഈ പറക്കം തളിക സിനിമയുണ്ടല്ലോ, അതാ ഇപ്പൊ നമുക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. അതിനകത്തെ കൂട്ട് കംപ്ലീറ്റ് ഓലയൊക്കെ വെച്ച് ചുറ്റിനും അലങ്കരിച്ചൊക്കെ ഒരു വണ്ടി പൊക്കോണ്ടിരിക്കുന്നു കേട്ടോ. കൊള്ളാം. അങ്ങനെ ഏകദേശം നമ്മൾ ആറ്റുകാൽ അമ്പലത്തിന്റെ പരിസരത്തോട്ട് എത്തി. ഇഷ്ടം പോലെ വണ്ടികളാ കേട്ടോ. മിക്കവാറും എല്ലാം അയ്യോ എ പി എന്ന് പറയുമ്പോൾ ആന്ധ്രാപ്രദേശ് അല്ലേ? ദൈവമേ, ഇന്ന് നല്ല തിരക്കായിരിക്കും അമ്പലത്തിൽ. അയ്യോ, ഞാന് സത്യത്തിൽ ഇന്ന് ഒട്ടും തിരക്ക് കാണത്തില്ലെന്നൊക്കെ വിചാരിച്ചാ വന്നത്. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് നല്ല തിരക്കാ. ഉത്സവത്തിന്റെ പ്രതീതി ഇതുവരെ മാറിയില്ല കേട്ടോ. ദൈവമേ, ഇനിയിപ്പോ അകത്ത് നിന്ന് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അയ്യോ, നമ്മൾ ഇത്തിരി കഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത് തൊഴാനായിട്ട്. കണ്ടില്ലേ, ഇവിടെ സത്യത്തില് ഈ പ്രദേശങ്ങളൊന്നും, ആറ്റുകാൽ അമ്പലത്തിന്റെ പരിസര പ്രദേശങ്ങളൊന്നും ഇതുവരെയും വൃത്തിയായിട്ടില്ല. കുറച്ചൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്നാലും കംപ്ലീറ്റ് കണ്ടില്ലേ. അയ്യോ, ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴാണ് ആ പൊങ്കാലയുടെ ഇഷ്ടിയും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. സിറ്റിയും ബാക്കിയുള്ള സ്ഥലങ്ങളും എല്ലാം കംപ്ലീറ്റ് നല്ല ക്ലീനായി. പക്ഷേ ഇവിടെ കണ്ടില്ലേ, അയ്യോ, ഇവിടെ ഒരുപാട് ഈ പറഞ്ഞ പോലെ പന്തലുകൾ ഇട്ടിട്ടുണ്ട്, ഓരോ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടേ. പക്ഷേ അയ്യോ, ഇതുവരെയും ഇതിൻ്റെ കണ്ടില്ലേ, പൊങ്കാലയുടെ ഇഷ്ടികളും വേസ്റ്റും എല്ലാം കൂടിക്കിടക്കുക കേട്ടോ. ഞങ്ങൾ സത്യത്തിൽ വണ്ടിക്കകത്ത് ചെരുപ്പൂരിയിട്ടേച്ചാ ഇറങ്ങിയത്. വന്നുടനെ ഒരു ലോട്ടറിക്കാരൻ വന്ന് നമുക്ക് കാര്യമായിട്ട് പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് ഇത് ലോട്ടറി അങ്ങയുടെ കയ്യിൽ ആദ്യം ഇല്ലായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം വിചാരിച്ചതെന്ന് പറഞ്ഞാൽ അയാൾ ഈ ഇവിടുത്തെ സെക്യൂരിറ്റി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് മനസ്സിലായത് അയാൾ ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ട് നേരെ ഡോറ് തുറന്ന ഉടനെ അയാൾ ലോട്ടറി എടുത്ത് മുന്നിലോട്ട് വെച്ചു. അവസാനം നമ്മൾ പിന്നെ 2 ലോട്ടറി എടുത്ത് കേട്ടോ. 2 എടുത്തെന്നല്ല, അയാൾ നമ്മളെ കൊണ്ട് എടുപ്പിച്ചെന്ന് വേണം പറയാൻ. ഇപ്പം നല്ല തിരക്കാണ് ഇവിടെ കേട്ടോ. കച്ചവടക്കാരും ഒക്കെ ഇഷ്ടം പോലെ ഇപ്പോഴും ഉണ്ട്. അത് ഒരു ചെറിയ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കീറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പുറകെ നടന്ന് നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അത് ലോട്ടറിക്കാരൻ തുടങ്ങി ഇങ്ങോട്ട് എല്ലാവരും തൻ്റെ ഈ പൂജാ സാധനങ്ങളൊക്കെ നമ്മളെ കണ്ടില്ലേ പുറകെ നടന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക. അയ്യോ, അങ്ങനെ എന്തായാലും ആറ്റുകാൽ അമ്പലത്തിലോട്ട് നമ്മൾ കയറുക. ഒരു ഉത്സവം കഴിഞ്ഞ പ്രതീതി ശരിക്കും നമുക്കിങ്ങോട്ട് കയറി വരുമ്പോൾ ഫീൽ ചെയ്യും കേട്ടോ. സത്യം.
സ്റ്റോളുകളൊന്നും ഇല്ല, പക്ഷേ എങ്കിലും അത് നേരത്തെ നടത്തിയിരുന്നതൊന്നും അഴിച്ചു മാറ്റിയിട്ടൊന്നുമില്ല, അതിൻ്റെ അലങ്കാരങ്ങളും കാര്യങ്ങളും. അപ്പോ ഇനിയിപ്പോൾ ക്യൂ എവിടുന്ന് തുടങ്ങുമെന്തോ. സത്യത്തിൽ ഈ പൊങ്കാലയുടെ അന്ന് നമ്മുടെ ആ റൗണ്ടിൻ്റെ അവിടുന്ന് തുടങ്ങിയ ക്യൂ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് അത്രയൊന്നുമില്ല. ഇവിടെ കണ്ടോ നാരങ്ങ വിളക്ക് കത്തിക്കുന്നേ. ആഹാ, ഞാൻ ഇത് സത്യം പറഞ്ഞാൽ ഇതിന് മുമ്പ് വന്നിട്ട് ഇത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഈ കൗണ്ടറിൽ നിന്ന് തന്നെ നമുക്ക് നാരങ്ങ വാങ്ങിച്ച് ഇവിടെ ഇങ്ങനെ തട്ടുവിളക്കുകൾ വെച്ചിട്ടുണ്ട്. അതേല് സ്ത്രീകളൊക്കെ ഇങ്ങനെ കത്തിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. അവക്ക് ഒരു നാരങ്ങ വിളക്ക് കത്തിച്ചു വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ പിന്നീട് അവൾ അത് ഉപേക്ഷിച്ചു, വേണ്ടാന്ന് വെച്ചു. ദൈവമേ, ശീവേലി എന്തോ നടക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. അകത്ത് കൊട്ടും കാര്യങ്ങളും ഒക്കെ കേൾക്കാം. ദൈവമേ, ഇത്തിരി പാടാണ്. ഇന്ന് നമ്മൾ പറഞ്ഞ സമയത്തിനെങ്ങും പുറത്തിറങ്ങുമെന്ന് തോന്നുന്നില്ല. നല്ല തിരക്കുണ്ട്. സത്യത്തിൽ നമുക്ക് 10 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് ആശുപത്രി വെച്ചേക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ആറ്റുകാലമ്മയുടെ ഒരു 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 പ്രതിമയൊക്കെ ഉണ്ട്. അയ്യോ, ഇവിടുന്ന് ക്യൂ തുടങ്ങുകയാണേ. ദൈവമേ, ഇത് കണ്ടില്ലയോ? ഇത് ലെയറായിട്ടാണ് കേട്ടോ. നമ്മൾ കാണുന്നത് പോലെ അല്ല. സത്യത്തിൽ ഞാൻ ദൂരെ നിന്ന് വന്നപ്പം വിചാരിച്ചാ ഇത്ര ക്യൂ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ സംഭവം അങ്ങനല്ല. ഇത് ഒരു ക്യൂ ഇങ്ങനെ വന്ന് കറങ്ങി എനിക്ക് തോന്നുന്നു ലെയറായിട്ടാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളാണ് ഏറ്റവും അവസാനം. നമുക്ക് പുറകിൽ ഒരാളെങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. ദൈവമേ, ഇനി എപ്പോൾ കയറി തൊഴുതിട്ട് ഇറങ്ങാനാണോ? ഇതെനിക്ക് തോന്നി ശീവേലി നടക്കുന്നതുകൊണ്ടേ സ്വല്പം പിന്നെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഇത്ര സമയം എടുക്കുന്നത്. അതാണ്ട് ഇവിടെ കണ്ടോ ദേവിയുടെ ഒരു വിഗ്രഹം. ഒരാള് പുള്ളി എങ്ങനെ അതിൻ്റെ മണ്ടയ്ക്ക് കയറിയേ? അവിടെ കയറി നിന്ന് ദേവിയെ സാരിയൊക്കെ ഉടുപ്പിച്ചോണ്ടിരിക്കുക കേട്ടോ. അടിപൊളി കണ്ടോ. ഉത്സവത്തിൻ്റെ അലങ്കാരങ്ങളൊക്കെ ഇങ്ങനെ അതേപടി തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അത് പെർമനൻ്റാണ് കേട്ടോ. ആ താമര, അതിൻ്റെ മുകളിലുള്ള താമര പെർമനൻ്റ്. എന്നാലും എനിക്കിതൊരു ഭയങ്കര അത്ഭുതം കേട്ടോ. അതിൻ്റെ മുകളിൽ കയറി നിന്ന് ദേവിയെ അലങ്കരിക്കുന്നേ കണ്ടോ. ഇതപ്പം ഡെയിലി മാറി അലങ്കരിക്കുമായിരിക്കും കേട്ടോ. ഓരോ ദിവസവും ഓരോ കളർ സാരി ആയിരിക്കും ഉടുപ്പിക്കുന്നത്. ഞങ്ങളങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതിട്ടിറങ്ങിയപ്പം നെല്ലില് ഒരു കാള ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ. ഒരു പ്രത്യേക ഭംഗി. കാളയുടെ മുഖം ഫ്രണ്ടിൽ ഉണ്ട്. പക്ഷെ അത് ആ മുഖം മാത്രമേ ഉള്ളൂ നെല്ലില്ലാത്തത്. മറ്റേതിങ്ങനെ നെൽക്കതിരുകൾ ഇങ്ങനെ തൂക്കിയിട്ട് അലങ്കരിച്ച ഒരു സംഭവം. ഇതാണ് കാളക്കൂറ്റൻ. ഇത് കണ്ടില്ലേ, ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ്, ദ ലാർജസ്റ്റ് ആനുവൽ ഗാദറിംഗ് ഓഫ് വുമൺ ഈസ് അച്ചീവ്ഡ് ബൈ 2.5 മില്യൺ. എൻ്റെ അമ്മോ, വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയതാ. ഇതാണ്ടേ ഇവിടെ നാരങ്ങയൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു. ഇത് അപ്പുറത്തു നിന്നാണ് നാരങ്ങ വിളക്കിനുള്ളത് കൊടുക്കുന്നത്. ഇവിടെ എന്തിനാണോ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്? ഇത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ അറിയുമോ? ആറ്റുകാൽ അമ്പലത്തിൽ നിന്ന് ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോയപ്പോഴേ ഞാനൊരു കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു പാർക്ക് പോലെ ഈ റൗണ്ടിനകത്ത്, ഇപ്പോൾ പുതിയതല്ല, കുറേ നാളായി ചെയ്തിട്ടെന്ന് തോന്നുന്നു, ഒരു ചെറിയ ജിംനേഷ്യം. അതായത് പബ്ലിക് ജിംനേഷ്യം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. ഞാനിത് ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചെറിയൊരു പാർക്ക് പോലെ ഉണ്ടാക്കി വെച്ചിട്ട്, സിറ്റികളിലൊക്കെ പാർക്ക് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ജിംനേഷ്യം ചെയ്യാനുള്ള സൗകര്യം. ഇവിടെ എന്തുണ്ട്, അതുപോലെ തന്നെ ഒരു ചേട്ടൻ തണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് മണി ഇപ്പം ഏകദേശം 9:30 മണിയായി കേട്ടോ. ഈ സമയത്ത് ആ പുള്ളിക്കാരൻ വന്നിന്ന്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനൊരു കൗതുകം തോന്നിട്ട് കയറിയതാണ്. സ്ഥിരം വരുന്നൊന്നും അല്ലെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ അമ്പലത്തിൽ തൊഴാൻ പോയിട്ട് വന്ന വേഷമാണ്, അല്ലാതെ നടക്കാൻ പോയ വേഷമൊന്നും അല്ല. മുണ്ടുമൊക്കെ എടുത്ത് ഇത് കണ്ടില്ലേ ഇവിടെ. ഇതെന്തൊക്കെയാണോ എന്തോ. ഇതിനിയും എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യിക്കുന്നതെന്നുള്ളത് നമ്മളിത് പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം ഇതിനായിട്ട് വരണം കേട്ടോ. ഇവിടെ
എനിക്കും കണ്ടിട്ട് ഇതിനകത്ത് കയറാൻ ഒരു കൊതി തോന്നുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പം നേരമില്ല. കാരണം 10 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തണം. നമ്മളിതുവരെ കാപ്പ് കുടിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ പുള്ളിക്കാരനെ ഓരോന്നും ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ നമുക്കും വന്നിനും ചെയ്യണം. ഓ, ഇതിങ്ങനെ കാലിങ്ങനെ, ആ അടിപൊളി. ഫ്രണ്ടും ബാക്കും ഇങ്ങനെ ചെയ്യാം. കൈക്ക് തന്നെ 2 പെഡലുണ്ട് ഒരു സൈഡിൽ. ഇത് പിന്നെ വേറൊരു സാധനം. അയ്യോ കൊള്ളാം. എന്തായാലും ഉറപ്പായിട്ടും ഇനി ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഇതിലെല്ലാം കയറി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതൊന്നും മനസ്സിലാക്കണം കേട്ടോ. സംഭവം സെറ്റ്, അടിപൊളി. പ്രായമായവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കോർപ്പറേഷൻ്റെ വകയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ചു വന്നിട്ട് സംതൃപ്തി എന്നും പറഞ്ഞൊരു ഹോട്ടലിൽ ഞങ്ങൾ കയറി. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ടുള്ള കാര്യമേ ഉള്ളൂ, ഇല്ലെങ്കിൽ വിശന്നുള്ള ഊപ്പാട് വരും. കാരണം അവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ചിലപ്പം തിരക്കാണെങ്കിൽ താമസിച്ചു പോയാലേ നമുക്ക് പണി കിട്ടും. ഇവിടെ വേണ്ട തിരുപ്പതി ഭഗവാന്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചു. ഇവർ തിരുപ്പതി ഭക്തരാണെന്നാണ് തോന്നുന്നത്. ചമ്മന്തി ആദ്യമേ കൊണ്ടുവച്ചു, വെള്ളവും കൊണ്ടുവച്ചു. അച്ഛനും അമ്മയും രണ്ട് പൊറോട്ട വെച്ച്. അച്ഛനെ എന്നിട്ട് ചോദിച്ചത് എന്തെന്നറിയാമോ, എടാ എന്നും വീട്ടിൽ നിന്ന് ദോശ ഇഡ്ഡലി അല്ലയോ കഴിക്കുന്നത്, അതുകൊണ്ട് നമുക്കിന്ന് പൊറോട്ട കഴിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും പൊറോട്ട രാവിലെ വേണ്ട. അവർ രണ്ടുപേരും പൊറോട്ട ഓർഡർ ചെയ്തു, അവൾ ഇടിയപ്പം ഓർഡർ ചെയ്തു, ഞാൻ 3 ദോശ ഓർഡർ ചെയ്തു. എനിക്കതാണ് താല്പര്യം. കാരണം നമ്മുടെ ഈ ഒരു പ്രത്യേക സ്റ്റൈൽ ദോശ, ചമ്മന്തി, സാമ്പാർ, രസവട, പപ്പടം ഇതെല്ലാം കൂടെ ചേർത്ത് കുഴച്ച് അങ്ങോട്ട് തിന്നുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതൊരു പ്രത്യേക എഫക്റ്റാണ്. വയറ് നിറയുകയും ചെയ്യും. ഏറ്റവും ഹെൽത്തി ഫുഡുമാണ് സത്യം പറഞ്ഞാൽ. അയ്യോ, എനിക്ക് 3 ദോശ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഡെർമാവ്യൂവിലെത്തി. ഇത് ശരിക്കും പറഞ്ഞാൽ പൂജപ്പുര കഴിഞ്ഞിട്ട് നമ്മൾ തിരുമലയ്ക്ക് പോകുന്ന റൂട്ടിൽ ഉള്ള റൈറ്റ് സൈഡിലായിട്ടാണ് ഡെർമാവ്യൂ. ഇവിടെ ഫാർമസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ ഡെർമറ്റോളജിയുടേതായതുകൊണ്ട് നല്ല വിലയായിരിക്കും. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി എൻ്റെ അമ്മയുടെ കൺസൾട്ടേഷനുള്ള ഫോമും കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ഇത് ഈ ഫസ്റ്റ് ടൈം വരുന്നവർക്ക് കുറച്ച് സമയമെടുക്കും എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് കയറാനായിട്ട്. പക്ഷേ ഇവിടെ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഫോമൊക്കെ ഇപ്പോൾ ഓൺലൈനാണ്. നമ്മൾ എഴുതി പൂരിപ്പിച്ചൊന്നും കൊടുക്കണ്ട. അവിടെ ഉള്ള ഒരു സ്കാനറിൽ നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്നിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ അതെല്ലാം പൂരിപ്പിച്ച് ഓൺലൈൻ വഴി അയക്കാം. ഗൂഗിൾ സ്കാനർ വഴി നമുക്ക് ചെയ്യാം. ഇവിടെ പിന്നെ കയറി വരുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് കുറേ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ വില കേട്ടാണ്ടല്ലോ നമ്മൾ ഞെട്ടിപ്പോവും. എല്ലാം എബവ് 1000 എന്ന് പറഞ്ഞാൽ 1000 രൂപയ്ക്ക് മേളിലോട്ടുള്ള സാധനങ്ങളാണ് കംപ്ലീറ്റ്. അയ്യോ കൊള്ളാം. പക്ഷെ നല്ല സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ നല്ല ഗ്രാൻഡായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഡെർമാവ്യൂവിൽ നിന്നൊക്കെ ഇറങ്ങി പാപ്പനംകോട് എത്തിയപ്പം അമ്മയ്ക്കൊരു ചെറിയ ആഗ്രഹം, ഫ്രൂട്ട് സലാഡ് കഴിക്കണമെന്ന്. അപ്പോൾ അച്ഛൻ വണ്ടി ചേർത്തിരുന്നുകൊണ്ട് പറഞ്ഞു ഫ്രൂട്ട് സലാഡ് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കണ്ട, നമുക്ക് വീട്ടിൽ ചെന്ന് ഉണ്ടാക്കി കഴിക്കാവുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ്ട് മുന്തിരി, ആപ്പിൾ, അതായത് സീഡ്ലെസ് മുന്തിരി, ആപ്പിൾ അത് രണ്ടും വാങ്ങിച്ചു. പിന്നെ തണ്ണിമത്തൻ വീട്ടിൽ ഇരിപ്പുണ്ട്. പിന്നെന്തുവാ, പിന്നെ ഐസ്ക്രീമും എന്തോ വാങ്ങിക്കണം. ഇതിനിടയ്ക്ക് അച്ഛനെ പിന്നെ മരുന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതിനും ഫാർമസിയിലൊന്ന് ഇറങ്ങണം. ഇത് ഫ്രൂട്ട് സലാഡ് അടിച്ച് കുടിക്കാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ നറുനീണ്ടി സർബത്ത് വാങ്ങിച്ചുകൊണ്ട് നന്നാറി സർബത്ത് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഞാൻ ഒരിടത്തുനിന്ന് നന്നാറി സർബത്ത് ഒരിടത്തുനിന്നല്ല പോത്തീസിൽ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ഇത് വീട്ടിൽ ചെന്നൊരു ഫ്രൂട്ട് സലാഡൊക്കെ അടിച്ച് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അച്ഛന്
സ്റ്റാർ സൈൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാരക്കാമണ്ഡപം ജംഗ്ഷൻ കഴിഞ്ഞുള്ള ഒരു ഫാർമസിയിൽ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇനി അടുത്തത് ഫ്രൂട്ട് സലാഡിന്റെ വിശേഷങ്ങളാണ്. ഇനിയും വീട്ടിൽ ചെന്നിട്ട് വേണം ഫ്രൂട്ട് സലാഡും കാര്യങ്ങളും ഒക്കെ അടിക്കാനായിട്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.